ദേ, നീ ഹാപ്പി അല്ലേ? ഇത്ര വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ കൂടെ പറയാൻ പഠിക്കരുത്, ഞാൻ കൂടെ കാണും. ഡി എന്ത് സ്വപ്നം കൊണ്ടാണ്ട് ഇരിക്കണേ അവിടെ? അടക്കളയിൽ കയറി പണിതാലേ എന്തെങ്കിലും തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. വേറെ ഒരു ഉപകാരം ഈ കുടുംബത്തിനില്ല. എൻ്റെ മോനൊരു കുട്ടീനെ കൊടുക്കാനുള്ള ഭാഗ്യവും ഇല്ല, ഇനി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. അടക്കളയിൽ കയറി പണി, അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഈ കുടുംബത്തിന് ഉണ്ടാവട്ടെ. കണ്ണും പിടിച്ചിരിക്കേണ്ട ചെല്ല്. എടീ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കഞ്ഞി വയ്ക്കാൻ വകയില്ലാത്തതിനൊന്നും കൊണ്ടുവരരുതെന്ന്. ഇതിപ്പോൾ എല്ലാം കൂടി അനുഭവിച്ചോ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവന്റെ വിധി വിധിച്ചതല്ല നടക്കുള്ളൂ. എടീ, വിധിച്ചതേ നടക്കും. നമുക്ക് അവൻ്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള യോഗമില്ലെന്ന് കരുതിയാൽ മതി. അവനൊരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ നെട്ടോടെ ഓടുന്ന കാണുമ്പോൾ മനസ്സിന് എന്നൊരു വിഷമം. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? അവനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചാലോ? ആ, ഞാനത് വിചാരിക്കാതിരുന്നില്ല. പക്ഷേ അതെങ്ങനെ പറയാം? നോക്കാന്നല്ല, നമുക്ക് അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാം. അവള് പോയി കഴിഞ്ഞാൽ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവൻ്റെ അടുത്ത് നയത്തിലൊന്ന് സംസാരിക്കുക, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മച്ചിയായിട്ടുള്ളൊരു പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ട് എൻ്റെ മോൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മോൻ്റെ വിഷമം ഞാൻ കാണണ്ടേ? എൻ്റെ മോൻ ഒരു കുട്ടിക്ക് വേണ്ടി ഓടി നടക്കണം കണ്ടിട്ട് മനസ്സിന് എന്നൊരു വിഷമമാണ്. ആ, ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. വരുന്നുണ്ട്, നീ തുടങ്ങിക്കും. എന്ത് പറ്റി? രണ്ടാളും ഒരു ഡിസ്കഷൻ. ഡിസ്കഷനൊന്നുമല്ല, ഞങ്ങളിങ്ങനെ നിന്നെ പറ്റി പറയായിരുന്നു. നിന്റെ ജീവിതം എങ്ങനെയായില്ലേ? അത് മാത്രല്ല, ഈ വയസ്സാകാലത്ത് കുട്ടികളെയും കളിപ്പിച്ചിരിക്കേണ്ട ഞങ്ങള് കൊതുവിനെ ഈച്ചാനെ ആട്ടിയിരിക്കണേ. ഞങ്ങളുടെ ഒരു യോഗം. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ലടാ, ഞങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എടാ, നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്താ വെച്ചാ? അവൾക്കൊരു കുട്ടീനെ തരാൻ കഴിയുമെന്ന് എനിക്ക് ഇനി തോന്നണില്ല. നീ അവളെ ഉപേക്ഷിക്കായിരിക്കും നല്ലത്. ഇത് പറയുമ്പോൾ നിനക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നാം. ഞങ്ങൾ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിന്റെ ഭാവിയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വെക്കാം. ഇല്ല വെച്ചാ, എന്നെ കൊണ്ടത് പറ്റില്ല. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നവളെ വിദ്യ. ഒരു കുഞ്ഞിൻ്റെ പേരിൽ അവളെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് അറിയില്ല, എല്ലാം നടക്കേണ്ട സമയം നടക്കും. ഇതന്നെയല്ലേ നീ ഇത്ര കാലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാ? ഇനി ഇത് മാറാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. എന്തെങ്കിലും പറയുന്നത് നീ എങ്ങടാ എനിക്ക് പോണേ? ഞങ്ങൾ നിനക്ക് വേണ്ടിട്ടല്ലേ പറയണേ. ഇവനെ മാറ്റാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ അവനെ ഒറ്റയടിക്കൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ ഞാൻ പതിയെ പതിയെ മാറ്റിയെടുക്കും. അല്ലെങ്കിൽ അവന്റെ ജീവിതം നരകിക്കുള്ള ഒരു കുട്ടീനെ തരാനുള്ള ഭാഗ്യമൊന്നും അവൾക്കില്ല. അവള് മച്ചിയ. വെറുതെ എൻ്റെ മോൻ്റെ ജീവിതം കളയാനായിട്ട് പതിയെ പതിയെ അവനെ എങ്ങനെയും പറഞ്ഞ് മാറ്റണം. അതിനാദ്യം അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം, എന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലാവധിയൊന്നും സമ്മതിക്കില്ല. ശരിയാക്കി തരാം. എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. തന്നെ ഞാൻ എവിടെയല്ല അന്വേഷിച്ചെന്നറിയോ? ഞാൻ ഇവിടെ വന്നിരിക്കരുത്. എന്ത് പറ്റീസ്? ഇത്തവണയും പീരീഡ്സ് ആയി. എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവാനാ? കല്യാണം കഴിഞ്ഞ് 3 വർഷമായില്ലേ? ഇനി എങ്ങനെ ശരിയാവാനാ? ആൾക്കാർ പറയുന്ന കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അടുത്തു. നാട്ടുകാർ ഓരോന്നും പറഞ്ഞ് കേട്ട് താൻ വിഷമിക്കാതെ. തനിക്ക് ഞാനില്ലേ?
മാത്രമല്ല ഡോക്ടർ പറഞ്ഞല്ലേ നമുക്കൊരു കുഴപ്പമില്ല, സമയം എടുക്കുമായിരിക്കും, താൻ വെയിറ്റ് ചെയ്യും. ചേച്ചി കാലത്തെ തന്നെ നല്ല പണിയിലാണല്ലോ. മരുമോളൊന്നുമില്ല ഇവിടെ? ആ ബിന്ദുവോ? പണികളൊന്നും കഴിഞ്ഞില്ല, രാത്രിയൊന്നും ഒരു ഉറക്കമില്ല. എന്തെങ്കിലും ഒരു സമാധാന ജീവിതത്തിലുണ്ടെങ്കിലല്ലേ ഉറക്കമൊക്കെ ശരിക്കും കിട്ടുള്ളൂ. അത് കാരണം നേരം വൈകി എനിക്ക്. എന്തായി ഈ മാസമെങ്കിലും പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടാ? എവിടെ വിശേഷം ഉണ്ടാവാൻ, ഈ മാസം ഒന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുന്നപ്പോൾ തന്നെ ഈ വീടിൻ്റെ ഐശ്വര്യം പോയി. പിന്നെ അങ്ങോട്ട് സമാധാനക്കേടും തൊഴിക്കേടും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയിട്ടില്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കന്നെ. കുട്ടികളൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ആ ചെക്കനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചൂടെ? അതിൻ്റെ ജീവിതം കൂടി കളയണ. ആ ഇനി അതാ നിവർത്തിയുള്ളൂ. അതിന് ഇവളെങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിച്ചു വിട്ടാലല്ലേ അവൻ ഇതിനൊക്കെ സമ്മതിക്കുള്ളൂ. അതാദ്യം ചെയ്യണം. മച്ചീനെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് എന്താ കാര്യം? മോള് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്നാ ശരി ചേച്ചി, എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാ. അതിന് നീ എന്തിനാ എന്നെ ഇത്ര കണ്ണു തുറച്ച് നോക്കാനുള്ളത്? എന്തിനാ അമ്മ വരുന്നവരോടും പോരുന്നവരോടും എന്നെ പറ്റി കുറ്റം പറയണേ? അമ്മയുടെ മോളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ കുറ്റം പറയോ? ഞാനുള്ളതല്ല പറഞ്ഞോളൂ. പിന്നെ എൻ്റെ മോള് നിന്നെ പോലെ മച്ചിയല്ല, മനസ്സിലായ? ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ കേൾക്കോ? ഏട്ടൻ അച്ഛനമ്മയും പറയണ പോലെ വേറൊരു കല്യാണം കഴിക്കണം. അതാവുമ്പോ അവരാഗ്രഹിക്കുന്ന പോലെ ഒരു പേരക്കുട്ടീനെ അവർക്ക് കിട്ടുമല്ലോ. അത് നല്ലൊരു ഐഡിയ. ഞാൻ വേറെ വിവാഹം കഴിക്കാം. അപ്പം താൻ എന്ത് ചെയ്യും? ഏട്ടാ ഞാനിത് തമാശ പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരെയും കുത്തുവാക്കുകൾ കേട്ട് മടുത്തു. ഏട്ടനെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഞാൻ ശരിക്കും മടുത്തു. ഇവിടെ കുട്ടികൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ മരിക്കുന്നവരെ നമ്മൾ ഒരുമിച്ചായിരിക്കും. പിന്നെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. എന്തമ്മ? ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാ. നീ ഇത്രയും നാള് കുറെ ഡോക്ടർമാരെ കാണിച്ചില്ലേ? ഇനി ഞങ്ങളൊരു ഡോക്ടറെ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊന്ന് പോയി കാണാം. നീ പറയുന്നതൊന്നും വിശ്വാസമില്ല എന്നിട്ടോ ഒന്നുമല്ല, തർക്കിക്കാനും ഞാനില്ല. ഇനി ഈ ഡോക്ടർ എന്താ പറയണേ അതനുസരിച്ച് ഞങ്ങൾ തീരുമാനം എടുക്കും. ആ തീരുമാനം നീ അനുസരിച്ചോളണം. നീ 100 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും, പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത് വളരെ പ്രശസ്തരായ ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ പറയുന്നത് എന്താണോ അത് നീ അതാണ് ഞങ്ങൾക്ക് ഇനി വാക്ക്. അതിലും വിട്ട് ഇനി ഒന്നുമില്ല. ആ ഡോക്ടർ പറയുന്ന കാര്യം അനുസരിച്ച് ഞങ്ങളൊരു തീരുമാനം എടുക്കും. നീ അത് എന്ത് വന്നാലും അനുസരിച്ചോളണം. അത് പറയാനാ വിളിച്ചത്. നാളെ കാലത്ത് 10 മണിക്ക് അവളെ കൂടി റെഡിയായി നിന്നോ. ഞങ്ങളും വരുന്നുണ്ട്, അച്ഛനമ്മയും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോവാം. പോയിക്കോ. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു അല്ലേ? അതിനെപ്പറ്റി പറയാണ്ടിരിക്കുക ഡോക്ടറെ നല്ലത്. 2-2.5 വർഷമായി ഇവളെ കാണിക്കാത്ത ഡോക്ടർമാരില്ല. നിങ്ങൾ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രിലിമിനറി ഒബ്സർവേഷനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എസ്പെഷ്യലി ബിന്ദയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ കുറച്ച് ഡൗട്ട്സ് തോന്നിയിട്ട് ഫർദർ എക്സാമിനേഷൻ ചെയ്തപ്പോൾ കുറച്ചെങ്കിലും പ്രശ്നം കാണുന്നത് വരുണിനാണ്. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. എൻ്റെ മോനല്ല, അവൾക്കല്ല കംപ്ലൈന്റ്. ഡോക്ടർ എന്താ പറയണേ? ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണോ ഡോക്ടർ പറയണേ? ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ട്രീറ്റ് ചെയ്താൽ മാറാവുന്ന പ്രശ്നങ്ങളെ വരുന്നുള്ളൂ. പിന്നെ വീട്ടിൽ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. ആ ഒരു സ്ട്രെസ്സ് പോലും വല്ലാണ്ട് ഇതിനെ ബാധിക്കും. ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അമ്മയോട് ക്ഷമിക്കണം. അമ്മ മോളെ കാര്യം അറിയാണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മച്ചീന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. മോളെ അമ്മോട് ക്ഷമിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പരിഹസിച്ചപ്പോൾ
അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാ. മോള് അമ്മോട് ക്ഷമിക്കണം കേട്ടോ. സ്വന്തം മോനിങ്ങനെ ഒരു കുഴപ്പം വന്നപ്പോൾ അമ്മയ്ക്ക് ആ വേദന മനസ്സിലായി. നിങ്ങൾ ആരെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മാനസികാവസ്ഥേനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ എന്തോരം പഴി ഇവിടെ കേട്ടു. എന്നിട്ട് ഞാൻ സഹിച്ചിവിടെ നിന്നില്ലേ? കുടുംബത്തിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തല്ല വേണ്ടത്. മനസ്സിലാക്കണം അവരെ. കുട്ടികളൊക്കെ ഉണ്ടാവാന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല, അത് ദൈവം തരുന്നൊരു ദാനല്ലേ. അതില്ല, എനിക്ക് തരാത്തതിന് ഞാൻ എന്ത് ചെയ്തു അമ്മ? ആരും വിഷമിപ്പിക്കരുത്. അമ്മയുടെ മോളാണെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. ഇനി അമ്മയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല. അമ്മയും പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി. ദൈവം നിങ്ങൾക്ക് ഒരു കുട്ടീനെ തരും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കില്ല.